മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രീതി ജോസഫ്. വ്യാകരണമറിയുന്നവനാണ് വൈയാകരണൻ. ദശരഥന്റെ പുത്രനാണ് ദാശരഥി. ബുദ്ധിയുള്ളവനാണ് ബുദ്ധിമാൻ. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത്തരം പദങ്ങൾ എങ്ങനെ ഭാഷയിലുണ്ടായി എന്നറിയാൻ അല്പം വ്യാകരണജ്ഞാനം ആവശ്യമാണ്. ദശരഥൻ എന്ന നാമത്തിൽ നിന്ന് ദാശരഥിയും, ബുദ്ധി എന്ന പദത്തിൽ നിന്ന് ബുദ്ധിമാനും, വ്യാകരണത്തിൽ നിന്ന് വൈയാകരണനും രൂപം കൊണ്ടു. ഒരു പദത്തിൽ നിന്ന് അനേക പദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന പ്രക്രിയയാണിത്. ഇങ്ങനെ നാമങ്ങളിൽ നിന്ന്, ഗുണവാചികളായ ഭേദകങ്ങളിൽ നിന്ന് ഒക്കെ രൂപം കൊള്ളുന്ന പദങ്ങളെ തദ്ധിതങ്ങളെന്നാണ് വിളിക്കുക. ക്രിയാധാതുക്കളിൽ നിന്നാണ് അവ ഉത്ഭവിക്കുന്നതെങ്കിൽ കൃത്തുകൾ എന്നാണ് പേര്. വിശദീകരണം വേണം അല്ലേ? നാമം എന്താണെന്ന് നമുക്കറിയാം. ഭേദകം പ്രശ്നം തന്നെ. ഗുണങ്ങളെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങളാണ് ഭേദകങ്ങൾ. നീല, അഴക്, മധുരം, പച്ച, മൃദു, പുതു ഇതൊക്കെ ഭേദക ശബ്ദങ്ങളാണ്. ഒരാൾ ഇങ്ങനെ പറയുന്നു എന്നിരിക്കട്ടെ: ഇന്ന് ഞങ്ങളുടെ 10ാം വിവാഹ വാർഷികമാണ്. വർഷത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് വാർഷികം. വർഷം എന്ന നാമത്തിൽ നിന്ന് വാർഷികം എന്ന തദ്ധിതം ആവിർഭവിച്ചു. ഇനി വാർഷികക്കാരനെ ഒരാൾ കളിയാക്കുകയാണ്. ഇതൊക്കെ ആരെങ്കിലും ആഘോഷിക്കുവോ? മണ്ടത്തരമല്ലേ? ഈ തമാശയിലെ തദ്ധിത ശബ്ദം നോക്കാം. മണ്ടൻ എന്ന നാമത്തിൽ നിന്നാണ് ആ മണ്ടത്തരം തദ്ധിതമായി രൂപം കൊള്ളുന്നത്. ഇനി മറ്റൊരാൾ പറയുകയാണ്: ഓ, ഇത്തരം ആഘോഷത്തിലൊന്നും ഒരു പുതുമയില്ല. അടുത്ത തദ്ധിതവും വന്നു കഴിഞ്ഞു, പുതുമ. പുതു എന്ന ഗുണവാചിയായ ശബ്ദത്തിൽ നിന്ന് പുതുമ ജനിക്കുന്നു. വിവാഹ വാർഷികക്കാരനെ മറ്റൊരാൾ അഭിനന്ദിച്ചതിങ്ങനെയാണ്: കോളേജ് ക്യാമ്പസിലെ സൗഹൃദത്തിന്റെ മധുരിമയൊന്നും ഈ വിവാഹത്തിനോ അതിന്റെ വാർഷികത്തിനോ ഇല്ല. എന്നാലും ചെലവ് വേണം കേട്ടോ. അതാ വരുന്നു മറ്റൊരു തദ്ധിതം, മധുരിമ. മധുരത്തിൽ നിന്ന് വന്നു മധുരിമ എന്ന പദം. ആനുഷംഗികമായി പറയട്ടെ, ചെലവിനെ ചിലർ ചിലവാക്കി കാണാറുണ്ട്. ചെല്ലുന്നത് ചെലവ്, വരുന്നത് വരവ് എന്ന് മനസ്സിലാക്കിയാൽ ഈ തെറ്റ് സംഭവിക്കില്ല. ചിലർ ശപിക്കുന്നത് കേട്ടിട്ടില്ലേ? കുരുത്തം കെട്ടവൻ. ഗുരു എന്ന നാമപദത്തിൽ നിന്ന് സംസ്കൃതത്തിലുണ്ടായ തദ്ധിതമാണ് ഗുരുത്വം. മലയാളത്തിൽ അത് കുരുത്തമായി. ഇങ്ങനെ ഗുരുവിൽ നിന്ന് ഗുരുത്വവും, മൃദുവിൽ നിന്ന് മൃദുത്വവും, ലഘുവിൽ നിന്ന് ലഘുത്വവും മറ്റും ഉണ്ടായി വരുമ്പോൾ ഭാഷയിൽ പദസമ്പത്ത് വർദ്ധിക്കുന്നു. ഇപ്രകാരം തന്നെ പറക്കുക എന്ന ക്രിയാപദത്തിൽ നിന്ന് പറവയും, വളയുക എന്ന ക്രിയാപദത്തിൽ നിന്ന് വളയും രൂപം പ്രാപിച്ചപ്പോൾ അവ കൃത്തുക്കളായി മാറി. ഇങ്ങനെ അനേക പദങ്ങൾ. ഭാഷയുടെ നവശബ്ദ നിഷ്പാദന ശക്തി സ്ഥിതി ചെയ്യുന്നത് അതിലെ കൃത്തുകളിലും തദ്ധിതങ്ങളിലുമാണ്. ഈ കൃത്തുകളെയും തദ്ധിതങ്ങളെയും ചിലപ്പോഴൊക്കെ വേർതിരിക്കാനും പ്രയാസമാണ്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും